ഇങ്ങനെ മുകളിലോട്ട് കയറി വരുന്ന ഒരുപാട് ആൾക്കാരെ കാണാം. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസാണെന്ന് തോന്നുന്നു. എല്ലാവരും ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. കനേഡിയൻ വിസ ഇല്ലാത്തവർ മാത്രമേ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ കാണാൻ നിൽക്കത്തുള്ളൂ. കനേഡിയൻ വിസ ഉള്ളവർ അപ്പുറത്ത് പോയി കാനഡ സൈഡിലാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. അവിടെ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വിസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ അമേരിക്കൻ സ്ഥലത്ത് എന്തൊക്കെയാണ്, നയഗ്രയുടെ സ്ഥലത്ത് എന്തൊക്കെയാണുള്ളത് അവിടെയൊക്കെ ആസ്വദിച്ച് അങ്ങനെ താഴെ എത്തി. അങ്ങനെ നമ്മൾ താഴെ എത്തിയപ്പം നമുക്ക് കുറേ ഇവിടെ ഇങ്ങനെ ഐസ് കിടക്കുന്നതാണ്. പിള്ളേർ പിന്നെ ഞങ്ങളുടെ ചേച്ചിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കുറച്ച് ഐസൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരത് ഐസ് ബ്രേക്കിംഗ് ആണെന്ന് പറഞ്ഞ് ഐസെല്ലാം കുത്തിപ്പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ ഐസിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്ത് നമ്മൾ അതൊക്കെ കുത്തിപ്പൊട്ടിച്ച് എൻജോയ് ചെയ്ത് അവിടെ ആ വെള്ളത്തിലൊക്കെ തൊടാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കണ്ടോ ഗൈസ്, ഇത്ര ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന ബംഗാളികളെ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവത്തില്ല. എന്ത് ആത്മാർത്ഥതയോടെയാണ് അത് കുത്തിപ്പൊട്ടിച്ച് കളയുന്നത് നോക്കി. എന്നിട്ടും കുറേ ഐസൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വെള്ളത്തിലൊക്കെ തൊട്ട് എൻ്റെ ഭയങ്കര ഒരാഗ്രഹമായിരുന്നു ഈ വെള്ളത്തിലൊന്ന് തൊടണം എന്നുള്ളത്. സോ ഇത്രയും സ്റ്റെപ്സൊക്കെ ഇറങ്ങി വന്ന് ആ വെള്ളത്തിലൊക്കെ തൊട്ട് ഞങ്ങൾ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അത് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ആ ഒരു ടൈം ലൈഫിൽ ഞങ്ങൾ കാണാനേ പറ്റുമെന്ന് പോലും വിചാരിച്ചിട്ടില്ല ഈ സ്ഥലം. അന്ന് നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിക്കുമ്പം നമ്മളിങ്ങനെ നൈഗ്ര എന്ന് കേട്ടു പഠിച്ചു. പക്ഷേ നമ്മൾ അവിടെ വന്ന് ഈ നൈഗ്ര ഫോൾ കാണുന്നതിനെക്കുറിച്ചോ ഈ റിവർ കാണുന്നതിനെക്കുറിച്ചോ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ നമുക്ക് അങ്ങനെ ഒരാഗ്രഹം നമ്മുടെ അത് സാധിച്ചു കിട്ടി. തണുപ്പ് കൂടി വരുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പം ഞങ്ങൾ തിരിച്ച് മുകളിലോട്ട് കയറി സ്റ്റെപ്സ് എല്ലാം വീണ്ടും കയറണം. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വടിയൊന്നുമില്ലായിരുന്നു. കുത്തനെയുള്ള സ്റ്റെപ്സ് ആണെങ്കിലും വടിയൊന്നും ഇല്ലാതെയായിരുന്നു ഞങ്ങൾ പോകുന്നത്. കുട്ടികളൊക്കെ വടിയെടുത്തപ്പോൾ ഞങ്ങൾ കളിയാക്കി. പക്ഷെ ഞങ്ങൾ തിരിച്ച് കയറാൻ നേരത്ത് നല്ല ഹാർഡായിരുന്നു ഈ സ്റ്റെപ്സ്. കയറുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഓരോ വടിയൊക്കെ എടുത്ത് കുത്തിപ്പിടിച്ചാണ് ഈ സ്റ്റെപ്സ് കയറിയത്. ഇത് നമ്മൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷേ കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ നയഗ്രേൻ്റെ അവിടെ പോയപ്പം യൂഷ്വലി അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ബട്ട് ഇപ്രാവശ്യം ഐസൊക്കെ ആയി കിടക്കുന്നതുകൊണ്ടാണ് ബോട്ടിംഗ് ഒന്നും ഇല്ലാത്തത്. ഒരു മെയ് ഒക്കെ ആകുമ്പോഴത്തും പോവുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഐസൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ പോവുകയാണെങ്കിൽ നയഗ്രേൻ്റെ അടുത്തൂടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആസ്വദിക്കുന്നത് ഭയങ്കര രസമാണ്. പിന്നെ അല്ലാതെ തന്നെ ഒരു ലിഫ്റ്റിലൊക്കെ കയറി അങ്ങ് അതിൻ്റെ ഒരുപാട് അടിത്തട്ടിൽ വരെ കൊണ്ടുപോകുന്ന ഒരു